ഹായ് ഓൾ, ടെല്ല പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. അപ്പോൾ പ്രൊജക്ട് 5am ഹിസ്റ്ററിയുടെ ആദ്യ ക്ലാസ് ആണ് ഇന്ന്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ രാവിലെ 5 മണിക്ക് തന്നെ പഠിക്കാനായിട്ട് എല്ലാവരും വരികയാണ് അല്ലേ? അപ്പോ നമുക്ക് ആദ്യം തന്നെ ഒരു കോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാവരും നോക്കിയേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വിധിയെ നിർണയിക്കുന്നത് നക്ഷത്രങ്ങളല്ല. ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ വിധി എഴുതേണ്ടത്. നമ്മളൊരു PSC എഴുതി ഒരു ജോലി, സർക്കാർ ജോലി എന്നുള്ള ആ ഒരു സ്വപ്നം നിറവേറുമോ? അപ്പോൾ നമ്മുടെ ആ ഓരോ ആഗ്രഹങ്ങൾ അത് പൂവണിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കഠിനമായ ഒരു ശ്രമം ഇപ്പുറത്ത് വേണം. അപ്പോ ആഗ്രഹങ്ങൾ സഫലമാകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങി പ്രവർത്തിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഇത് ചെയ്യാനുള്ള എല്ലാ കഴിവുമുണ്ട്. പക്ഷേ കൃത്യമായി ആ ഒരു സമയം നിങ്ങൾ അത് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെ മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലിയിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും എത്തും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാരാണ്? സ്കൂൾ ബുക്കിലുള്ളതാണ്. ഇതൊക്കെ നാളെ ഒരു ചോദ്യം കൂടിയാകും. ഇത് വില്യം ഷേക്സ്പിയർ ആണ്. നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യകാരനായിട്ടുള്ള വില്യം ഷേക്സ്പിയർ, അദ്ദേഹത്തിന്റെ നാടകത്തിലെ വരികളാണ്. ജൂലിയസ് സീസർ എന്ന പ്രസിദ്ധമായ നാടകത്തിലെ വരികളാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ വരികൾ ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ വിധിയെ നിർണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഇനി നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യമാണ്. ഈ ചോദ്യം ചിരാല പെരാല എന്ന ജനകീയ സമരം അരങ്ങേറിയത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? എന്താണ് ചിരാല പെരാല? അപ്പൊ പഴയ സ്കൂൾ ബുക്കിൽ ഒന്നും കാണാത്ത ഒരു പുതിയ സംഭവമാണ് നമ്മുടെ ഈ ഒരു ന്യൂ SCERT 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനിൽ തീർച്ചയായിട്ടും റാങ്ക് മേക്കിംഗ് ആയി തന്നെ വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ നോക്കിയേ. നിസ്സഹകരണം, ക്വിറ്റ് ഇന്ത്യ, ചമ്പാരൻ, അഹമ്മദാബാദ് മിൽ സമരം. ഇതെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ? പക്ഷേ ഈ സംഭവം മാത്രം കേട്ടിട്ടില്ല. അപ്പോ നമ്മുടെ ആൻസർ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കാം. ഇതാണ് നമ്മുടെ ചിരാല പെരാലയുമായി ബന്ധപ്പെട്ട സ്കൂൾ ബുക്കിൽ കിടക്കുന്ന നോട്ടുകൾ. അപ്പൊ ഇത് പഠിച്ചിരിക്കണ്ടേ? അപ്പോ നമ്മൾ ഇതിനകത്ത് ഇതിന്റെ പ്രാദേശിക നേതാവ് ആര് എന്ന് പഠിക്കണം. എന്താണ് ഈ സംഭവം എന്നും അറിയേണ്ടതായിട്ടുണ്ട്. ചിരാല പെരാല എന്ന സംഭവം അരങ്ങേറിയത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നോക്കിയേ, ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയില് ചെറു നഗരത്തിന്റെ പേരാണ് ചിരാല പെരാല. അപ്പൊ ഇതൊരു സ്ഥലപ്പേരായിരുന്നു, ചിരാല പെരാല. ഈ ഒരു നഗരം, ഈ ഒരു സ്ഥലം മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്കി മാറ്റാൻ തീരുമാനിച്ചു. ഇപ്പൊ കോർപ്പറേഷൻ ആക്കിയാലുള്ള പ്രശ്നം എന്താണ്? നികുതി കൂടും. അപ്പൊ നികുതി കൂടുതൽ ഈ ജനങ്ങൾ, അവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ നികുതി കൂടുതൽ അടയ്ക്കേണ്ടി വരും. അപ്പൊ ഇത് അവർക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. അതിനെതിരെ അവർ എന്ത് ചെയ്യുന്നു? ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാകുന്നു. ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ, പേരെന്താണ്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ ഒരു സംഭവമാണ് ചിരാല പെരാല. അപ്പൊ നിസ്സഹകരണ സമരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1920കളിൽ ആരംഭിച്ച സമരമാണ് നിസ്സഹകരണ സമരം. അപ്പോ ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന പല നിയമങ്ങളെയും എന്ത് ചെയ്യുക? സഹകരിക്കാതിരിക്കുകയായിരുന്നു ചെയ്തത്. നികുതികളൊക്കെ എന്ത് ചെയ്യുന്നു? ഇവർ അടയ്ക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോർപ്പറേഷനായി, മുനിസിപ്പൽ കോർപ്പറേഷനായി ചിരാല പെരാല മാറ്റുമ്പോൾ അധിക നികുതി ഭാരം വരുന്നു. ഇതിനെതിരെയാണ് ആരുടെ നേതൃത്വത്തിൽ? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഏത് സ്ഥലമാണ്? ആന്ധ്രയിലാണ്. ഇത് ഗുണ്ടൂർ ജില്ലയിലാണ്. സ്ഥലത്തിന്റെ പേര് തന്നെയാണ്, സംഭവത്തിന്റെ പേരും ചിരാല പെരാല. ഇനി ഓർക്കേണ്ട മറ്റൊരു കാര്യം,
ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം തന്നെയാണ്. അങ്ങനെ 11 മാസത്തോളം ഇവർ എന്ത് ചെയ്തു? ആ സ്ഥലത്ത് നിന്നേ അങ്ങ് മാറി വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചു. അപ്പൊ ജനങ്ങൾ അവിടെ ഉണ്ടെങ്കിലല്ലേ നികുതി കൊടുക്കേണ്ടി വരൂ. അവർ അവിടെ നിന്ന് അങ്ങ് മാറി. അപ്പോ നികുതി നിഷേധ സമരം നടത്തി. നഗരം ഒഴിഞ്ഞുപോയി. 11 മാസക്കാലം അവർ വേറൊരു സ്ഥലത്താണ് പോയി താമസിച്ചത്. അപ്പൊ ഇതാണ് ചിരാല പെരാല. അപ്പോ ആദ്യത്തെ കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേകതരം കരം ഏതാണ്? അപ്പൊ വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേകതരം കരമാണ് ചോദ്യം. അപ്പൊ ഇത് നമ്മുടെ ഫ്രാൻസിൽ പ്രഭുക്കന്മാരൊക്കെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ് അല്ലെ. ഫ്രഞ്ച് വിപ്ലവം, ഇപ്പൊ സ്കൂൾ ബുക്കിൽ തന്നെ ഫ്രഞ്ച് വിപ്ലവം ആദ്യ ചാപ്റ്ററുകളിൽ തന്നെ പറയുന്ന ഒരു സംഭവമാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ ഈ പ്രഭുക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? പല നികുതികൾ സാധാരണക്കാരിൽ നിന്ന്, പാവപ്പെട്ടവരിൽ നിന്ന് പിരിക്കുന്നുണ്ട്. അപ്പൊ ഈ നികുതി കർഷകരിൽ നിന്ന് വിളവെടുക്കുന്നു. അവർ വിളവെടുക്കുമ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി. അപ്പൊ അവരൊരു നികുതി കൊടുക്കണം. ആ നികുതിയുടെ പേരെന്ത്? അതാണ് എന്ത്? ടെറാഷ്. ആൻസർ എന്താണ്? ടെറാഷ്. അപ്പൊ ഈ കാണുന്നതും നികുതികളാണ്. പിയേഷ്, ബെൻമിൻ, ബെനാലിറ്റി, ഇതെല്ലാം നികുതികളാണ്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നോക്കണ്ടേ? ആദ്യം നമുക്ക് എന്താണ് ടെറാഷ് എന്ന് തന്നെ നോക്കാം. നമ്മൾ ഇപ്പോൾ പഠിച്ച ടെറാഷ് എന്താണ്? വിളവെടുപ്പ് കാലം കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേകതരം നികുതിയാണ്. പിന്നെ നമുക്ക് പിയേഷ് എന്താണെന്ന് നോക്കാം. റോഡ്, പാലം, ഇതിനു വേണ്ടി കൊടുക്കേണ്ട നികുതിയാണ്. പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം അല്ലെങ്കിൽ നികുതി. ഇപ്പോഴും നമുക്കറിയാം, ഒരു പുതിയ പാലം പണിഞ്ഞു അല്ലെങ്കിൽ ഒരു റോഡ് പണിഞ്ഞു, അപ്പൊ നമ്മൾ ഉടനെ ടോൾ പിരിവില്ലേ? അത് തന്നെയാണ് പിയേഷ്. പിയേഷും പഠിച്ചു, ടെറാഷും പഠിച്ചു. രണ്ടെണ്ണം പഠിച്ചില്ലേ? പിയേഷ് എന്താണ്? പി പാലം എന്നോർക്കുക, പാലം റോഡ്. ടെറാഷ് എന്താണ്? പുതിയ വിളവൊക്കെ എടുത്തു, അപ്പൊ കർഷകർ നൽകേണ്ടതാണ് ടെറാഷ്. അപ്പൊ കർഷകർ നമുക്ക് ഓർക്കാൻ ടെറസിലെ കൃഷി എന്നൊക്കെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ടെറസിലെ കൃഷി. അപ്പൊ ടെറാഷ് കൃഷിക്കാരാണ് കൊടുക്കേണ്ടത്. അടുത്ത നമുക്ക് എന്താണ് കോവി എന്ന് നോക്കാം. കോവി. അപ്പൊ നമ്മൾ കോവി ഓർക്കുമ്പം ഇത് നമ്മൾ പറയേണ്ട ഒരു കാര്യം, അതായത് ഒരു വർഷം ഒരു കുറച്ച് ദിവസം എന്ത് ചെയ്യണം? വളരെ ഫ്രീ ആയിട്ട് ഈ ആളുകൾ പോയി ജോലി ചെയ്ത് കൊടുക്കണം. ഇതാണ് കോവി എന്ന് പറയുന്നത്. ഒരു വർഷത്തില് ഒന്നെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം. പ്രതിഫലം ഒന്നും കൊടുക്കത്തില്ല. ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം? ജോലി ചെയ്യിപ്പിക്കും. സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം വാങ്ങിപ്പിക്കാതെ ഫ്രീ ആയി ജോലി ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് കോവി. നമ്മൾ പറയും, ഓ അത് ഗോപിയാ. നമ്മളിങ്ങനെ ചുമ്മാ നാടൻ ഭാഷയിൽ പറയാറില്ലേ, അത് ഗോപിയാണ്, അത് പോയി എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ഗോപി വരച്ചു എന്നൊക്കെ പറയത്തില്ലേ? നിങ്ങളുടെ നാട്ടിൽ പറയൂന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇവിടെ അത് ഗോപിയാണ്, അത് പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഫ്രീ ആയിട്ട് പോയി അവിടെ പണിയെടുക്കുകയാണ്, ഒന്നും കിട്ടത്തില്ല. ചുമ്മാ പോയി എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം, 1 രൂപ പോലും കിട്ടത്തില്ല. ഒരു വർഷത്തിൽ 3-4 ദിവസം പോയി അവിടെ ഫ്രീ ആയി ജോലി ചെയ്യുന്ന പരിപാടിയാണ് കോവി എന്ന് പറയുന്നത്. അടുത്തത് ബെനാലിറ്റി. എന്താണ് ബെനാലിറ്റി എന്ന് വെച്ചാല് ഈ വീഞ്ഞ് നിർമ്മാണം. ഫ്രാൻസിലൊക്കെയാണ്. അപ്പൊ അവർ എന്ത് ചെയ്യണം? വീഞ്ഞൊക്കെ നിർമ്മിക്കുന്നു. അവിടെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതി, മുന്തിരിച്ചാറ്, റൊട്ടി ഇവയുടെയൊക്കെ നിർമ്മാണത്തിന് ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ വാടകയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പൊ വീഞ്ഞ് നിർമ്മാണത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നികുതിയാണ്. ആ ജന്മിയുടെയൊക്കെ സാധനങ്ങൾ തന്നെ ഇവർ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരും. അല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാങ്ങിച്ച് സൂക്ഷിക്കാനൊന്നും പറ്റത്തില്ല. ഇവർ നിർബന്ധമായിട്ടും ജന്മിയുടെ കയ്യിൽ എന്ത് ചെയ്യണം? ഇത്തരം ഉപകരണങ്ങളൊക്കെ വാടകയ്ക്ക് എടുക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന നികുതികളാണ് ബെനാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ബെനാലിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വൈൻ എന്നൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. ബെനാലിറ്റി, വൈൻ എന്നോർത്ത് കണക്ട് ചെയ്തൂടെ? അപ്പൊ വീഞ്ഞുമായി ബന്ധപ്പെട്ട നികുതിയാണ് ബെനാലിറ്റി എന്നോർക്കുക. ജന്മിമാർക്ക് നൽകേണ്ടി വരുന്ന നികുതിയാണ്, അധിക നികുതിയാണ്. അടുത്തത് ബെൻമിനാണ്. എന്താണ് ബെൻമിൻ? തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതിയാണ്. അപ്പൊ ഇതിനകത്തും വൈൻ, ബെൻവിൻ അല്ലെ? ആ ബെനാലിറ്റിയും ബെൻവിനും നമുക്ക് വൈനുമായി ബന്ധപ്പെട്ടതാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ബെൻവിൻ എന്ന് പറയുമ്പോൾ അവര് എത്ര ഉൽപ്പാദിപ്പിക്കുന്നു വീഞ്ഞ്, അതിന് ഇത്ര നികുതി കൊടുത്തേ പറ്റൂ. ഒരു കുത്തക നികുതിയാണ്. വീഞ്ഞ് ഉണ്ടാക്കുന്നെങ്കിൽ ഇത്ര നികുതി. ആ ഒരു കുത്തക നികുതിയാണ് ബെൻവിൻ എന്ന് പറയുന്നത്. മറ്റേതെന്താണ്? ബെനാലിറ്റി. ബെനാലിറ്റി ഇത് ബെൻവിൻ. അപ്പൊ ഇത് ഇത്രയും പഠിച്ചു. ഇത്രയും സെറ്റ് അല്ലേ? കോവി ഓർക്കാം. ഗോപിയാണ്. 3-4 ദിവസം പോയി ഫ്രീ ആയി ജോലി ചെയ്യണം ഒരു വർഷത്തിൽ.
ബെനാലിറ്റിയോ ജെൻവി മാർക്ക് കൊടുക്കണം, ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും, മസ്റ്റായിട്ട് അവരുടെ നിന്ന് വാടകയ്ക്ക് എടുത്തേ പറ്റും. അപ്പൊ അതിനൊക്കെ അഡീഷണൽ നികുതി കൊടുക്കേണ്ടി വരും. ബെൻവിനോ കുത്തക നികുതിയാണ്, വീഞ്ഞുണ്ടാക്കുന്നെങ്കിൽ കുത്തക നികുതി തന്നേ പറ്റൂ, ഈ പൈസ കൊടുത്തേ പറ്റൂ. പിയേഷോ പാലം റോഡ് അതിനുള്ള നികുതിയാണ്. പിന്നെ ടെറാഷ് വിളവെടുപ്പ് സമയം കർഷകർ നൽകേണ്ട നികുതിയാണ്. ഈ സാധാരണക്കാരെല്ലാം പോയി ജോലി ചെയ്യണം കേട്ടോ. 1 ഇയറിൽ 3-4 ദിവസം. കർഷകർ എന്ന് പറയുന്നില്ല, സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ജോലി ചെയ്യണം. അപ്പൊ ഈ നികുതികൾ കൂടാണ്ട് PSC പലതവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു നികുതി കൂടിയുണ്ട്. ആ നികുതി ഏതാണ്? അതാണ് ഗാബൽ. ഏത് നികുതിയാണ്? ഗ്യാബൽ എന്ന നികുതി. എന്താണ് ഗ്യാബൽ എന്ന് വെച്ചാൽ, നേരത്തെ പല സാധനങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നു? നികുതി ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ അതൊക്കെ മാറി അവസാനം ഉപ്പിന് മേൽ മാത്രമായി നികുതി. അപ്പോ 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും എന്ത് ചെയ്തിരുന്നു? ഒരു നികുതി ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പേരായിരുന്നു ഗാബൽ. അപ്പോ 15-ാം നൂറ്റാണ്ടായപ്പോ ഇത് ഉപ്പിന് മാത്രമായി. അപ്പൊ 13-ാം നൂറ്റാണ്ട് മുതൽ ഒരുപാട് സാധനങ്ങൾക്ക് ഉൾപ്പെടുത്തിയിരുന്ന ഒരു നികുതിയുടെ പേരായിരുന്നു ഗാബൽ. പക്ഷേ 15-ാം നൂറ്റാണ്ട് മുതൽ ഗാബൽ എന്ന് വെച്ചാൽ ഉപ്പിന്റെ നികുതിയായി മാറി. ഗാബൽ എന്തിന്റെ നികുതിയാണെന്ന് നമ്മൾ പറയണം. ഉപ്പിന് മേൽ ചുമത്തിയ നികുതിയുടെ പേരാണ് ഗാബൽ. അപ്പൊ ഇത് ഒരു ജനവിരുദ്ധമായ നികുതിയായിരുന്നു. ഇത് PSC പലതവണ ചോദിച്ചതാണ്. എന്താണ് ഗാബൽ? അപ്പൊ പലതരം നികുതികൾ നമ്മൾ പഠിച്ചു. കോവി, ബെനാൽറ്റി, ബെൻവിൻ, പിയേഷ്, ടെറാഷ്, ഗാബൽ. ക്ലിയർ അല്ലേ? ചെരാല പെരാല മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഇന്ത്യക്കാരൻ ആരാണ്? ഈ ചോദ്യം KS എക്സാമിന് പോലും ചോദിച്ച ചോദ്യമാണ്. KS പ്രിലിംസിന് പോലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് PSC ക്വസ്റ്റ്യൻസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യത്തിന്റെ മരം, ലിബർട്ടി ഓഫ് ട്രീ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് നട്ടത് ടിപ്പു സുൽത്താന. അപ്പോ സ്വാതന്ത്ര്യത്തിന്റെ മരം എന്ന് പറയുമ്പോൾ ഫ്രാൻസിൽ ഇവർ ഒരു പ്രതീകമായിട്ട് നട്ടതാണ് സ്വാതന്ത്ര്യത്തിന്റെ മരം. അത് മാത്രല്ല, ഇവർ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകമായി കരുതിയിരുന്ന ഫ്രീജിയൻ തൊപ്പികളും ഈ മരത്തിൽ തൂക്കിയിട്ടു. അങ്ങനെ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം, ലിബർട്ടി ഓഫ് ട്രീ നടുന്നു. അങ്ങനെ അദ്ദേഹം പരസ്യപ്പെടുത്തുകയാണ്. ഫ്രാൻസിനെ അനുകൂലിക്കുന്നതും ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പും പരസ്യപ്പെടുത്തുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ മരണം തന്നെ കാരണമായി. കാര്യം ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഏറ്റുമുട്ടി. മൈസൂർ യുദ്ധം. ഈ മൈസൂർ യുദ്ധം, 3-ാം മൈസൂർ യുദ്ധം 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഈ ശ്രീരംഗപട്ടണവും നമ്മുടെ കേരളത്തിലുള്ള മലബാറും ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. പിന്നീട് 4-ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെ തന്നെ അവർ വധിച്ചു. ഇതിനുള്ള ഒരു പ്രധാന കാരണം സ്വാതന്ത്ര്യത്തിന്റെ മരമൊക്കെ നട്ട് ഫ്രാൻസിനോടുള്ള ആ ഒരു കാര്യം അദ്ദേഹം അങ്ങ് വെളിപ്പെടുത്തി. ഞാൻ ഫ്രാൻസിനെ അനുകൂലിക്കുന്നു എന്നുള്ളതും ബ്രിട്ടീഷുകാരുടെ എതിർപ്പും പരസ്യമായി പ്രഖ്യാപിച്ചത് ഇതിനൊരു കാരണമായി മാറി. അപ്പൊ സ്കൂൾ ബുക്കിൽ എന്തൊക്കെയാണ് പറയുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ആലങ്കാരിക പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ മരം. ഇത് അമേരിക്കയിൽ ഒരു ആലങ്കാരികമായിട്ട് അവർ ഉപയോഗിക്കുന്ന പദമാണ്. ഫ്രാൻസില് ഇതെന്തായി? പ്രായോഗികമായി മാറി. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ഇവർ മരങ്ങള് നട്ടുപിടിപ്പിച്ചു. മോചനത്തിന്റെ പ്രതീകമായി കരുതപ്പെട്ട ഫ്രീജിയൻ തൊപ്പികൾ തൂക്കുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ ഫ്രഞ്ചില് നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് നടന്നപ്പോഴും അവരുടെ പ്രതീകമായി എടുത്തു? ഫ്രീജിയൻ തൊപ്പികളാണ് പ്രതീകമായി എടുത്തത്. 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നപ്പോൾ അവരുടെ പ്രതീകം എന്തായിട്ടാണ് അവർ സ്വീകരിച്ചത്? ഈ ഫ്രീജിയൻ തൊപ്പികൾ തന്നെയാണ്. അങ്ങനെ മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ, അദ്ദേഹത്തിന്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണം, സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു. അപ്പോ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ, തന്റെ ആഭിമുഖ്യവും ബ്രിട്ടീഷ് വിരോധവും ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രകടമാക്കി. അപ്പൊ ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ മരവുമായി ബന്ധപ്പെട്ട് പുതിയ സ്കൂൾ ബുക്കിൽ വെച്ചിരിക്കുന്ന കാര്യം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്ന ചോദ്യം, കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കറുത്ത മരണം എന്താണ്? ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന രോഗം. 4 ഓപ്ഷൻസ് ഉണ്ട്. കോവിഡ്, നിപ, പ്ലേഗ്, ചിക്കൻ പോക്സ്. ആൻസർ എന്തായിരിക്കും? പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് പ്ലേഗിനെയാണ്. ഇപ്പൊ പ്ലേഗ് എന്ന് പറയുന്നത് യൂറോപ്യൻ പടർന്നു പിടിച്ചിരുന്നു. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ചരക്കുകളൊക്കെ കൊണ്ടുവന്നു. അവിടെ എലിയുടെ ചെള്ളിൽ നിന്നാണ് ഈ രോഗം ഉണ്ടായത്. ശരീരത്തിൽ ഒരു കറുത്ത കുമിള പോലെയൊക്കെ വന്നിട്ടാണ് ഈ രോഗം പ്രത്യക്ഷപ്പെടുന്നത്.
അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് ലഭിച്ചത്. അപ്പൊ സ്കൂൾ ബുക്കിൽ എന്താണ് പറയുന്നത്? 1347 1351 യൂറോപ്പിനെ തകർത്തെറിഞ്ഞ മഹാമാരിയാണ് പ്ലേഗ്. നമ്മളിപ്പോ കോവിഡ് എന്ന് പറയുന്ന രോഗത്തെ ചെറുത്തു അല്ലെ. ആ ഒരു 2021 ഒക്കെ വർഷം നമുക്കറിയാം എന്തുമാത്രം പ്രതിസന്ധികളിലൂടെയാണ് 19-20 ഒക്കെ കടന്നുപോയത്. അപ്പൊ അതുപോലെ അന്നത്തെ കാലഘട്ടത്തിലാണ് പ്ലേഗ് നാശം വിതയ്ക്കുന്നത്. അപ്പൊ ഇന്ത്യയില് പ്ലേഗുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമുണ്ട്. പ്ലേഗ് ബോണസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലേഗ് ബോണസ് അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് മിൽ സമരം 1918 നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു തുണിമിൽ സമരം നടത്തിയത്. പ്ലേഗ് ബോണസ് ആയിരുന്നു ഇതിന്റെ റീസൺ. ഇനി INC-യുടെ ആദ്യ സമ്മേളനം മാറ്റാൻ കാരണം എന്താണ്? അതും പ്ലേഗ് എന്ന രോഗമാണ്. അതുകൊണ്ടാണ് പൂനെയിൽ നിശ്ചയിച്ചിരുന്ന 1885 ഡിസംബർ 28 പൂനെയിൽ നിശ്ചയിച്ചിരുന്ന ഈ സമ്മേളനം എങ്ങോട്ട് മാറ്റി? ബോംബെയിലേക്ക് മാറ്റി. പ്ലേഗ് എന്ന രോഗമായിരുന്നു അവിടെയും കാരണം. നമ്മൾ ഇവിടെ പറയുന്നത് കറുത്ത മരണം എന്നറിയപ്പെടുന്ന ഈ പ്ലേഗിനെ കുറിച്ച് യൂറോപ്പിലെ കാര്യമാണ് പറയുന്നത്. അപ്പോ യൂറോപ്പില് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന പ്ലേഗ് രോഗം ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ എന്തുണ്ടാകുന്നു? കറുത്ത കുമിളകൾ. അതുകൊണ്ടാണ് കറുത്ത മരണം എന്ന ഈ പേര് ലഭിച്ചത്. വാണിജ്യത്തിന് വന്ന കപ്പലുകളിലെ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പില് പ്ലേഗ് ഒക്കെ പടർന്നു പിടിച്ചത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്തൊരു ചോദ്യം ഇതാണ്, ഉട്ടോപ്യ എന്ന കൃതി രചിച്ചത് ആരാണ്? അപ്പൊ ഉട്ടോപ്യ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാന്ന് നമുക്ക് നോക്കാം. ആൻസർ തോമസ് മോർ. ആരാണ് ഉട്ടോപ്യ എന്ന കൃതി രചിച്ചത്? തോമസ് മോർ ആണ്. അപ്പൊ മറ്റ് കൃതികളും നമ്മുടെ സ്കൂൾ ബുക്കിലുള്ള കൃതികൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇറാസ്മസിന്റെ കൃതിയാണ്. ഇറാസ്മസ് രചിച്ചൊരു കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇൻ പ്രൈസ് ഓഫ് ഫോളി ആര് രചിച്ചു? ഇറാസ്മസ് രചിച്ചു ഇൻ പ്രൈസ് ഓഫ് ഫോളി. കാൻറ്റർബറി കഥകൾ. കാൻറ്റർബറി കഥകൾ രചിച്ചത് ആരാണ്? ജെഫ്രി ചോസർ. ജെഫ്രി ചോസർ. ജെഫ്രി ചോസറിന് നല്ല പരിചയം കാണും അല്ലെ. ഉട്ടോപ്യ നമ്മളിപ്പോൾ പഠിച്ചു, തോമസ് മൂർ ആണ്. ഇനി ഡോൺ കിഹോട്ട്. ഡോൺ കിഹോട്ട് ആരാണ്? ഡോൺ കിഹോട്ട് എന്ന കൃതി രചിച്ചത് മിഗുൽ ഡെ സെർവാന്തെ. സെർവാന്തെ ആണ് ഡോൺ കിഹോട്ട് എന്ന കൃതി രചിച്ചത്. ഗാർഗൻജുവയും പാന്റഗ്രൂലും. ഗാർവന്റെയും പാന്റഗ്രൂലും എന്ന കൃതി രചിച്ചത് ഫ്രാൻസോis റാബലെ. ഫ്രാൻസോis റാബലെ. അപ്പൊ നമ്മൾ ഒരു 5 കൃതികളെ കുറിച്ചാണ് ഇവിടെ പഠിച്ചത്. അതിന്റെ സാഹിത്യകാരന്മാരെയും മനസ്സിലാക്കി. തോമസ് മൂറിന്റെ കൃതി ഉട്ടോപ്യ അല്ലേ? ഇനി ജെഫ്രി ചോസറിന്റെ കൃതി കാൻറ്റർബറി കഥകളാണ്. ഇൻ പ്രൈസ് ഓഫ് ഫോളി അതാരാണ്? ഇറാസ്മസ് ആണ്. മിഗൽ ഡെ സെർവാന്തെ ഡോൺ കിഹോട്ട് എന്ന കൃതിയാണ് രചിച്ചത്. ഗാർഗൻജുവയും പാന്റഗ്രൂലും ഫ്രാൻസോis റാബലെയാണ് രചിച്ചത്. അപ്പൊ ഇവിടെ ഈ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇറാസ്മസ് എന്ന് പറയുമ്പോൾ നെതർലൻഡുകാരനാണ്, ഇംഗ്ലണ്ടുകാരനാണ്. ജെഫ്രിയും തോമസും സ്പെയിനിൽ നിന്നുള്ള സാഹിത്യകാരനാണ് മിഗുൽ. ഫ്രാൻസിൽ നിന്നുള്ള സാഹിത്യകാരനാണ് ഫ്രാൻസോ. അവിടെ തന്നെ ഉണ്ട് ഫ്രാൻസോ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പുതിയ കുറേ കോഴ്സുകൾ ഉണ്ട് കേട്ടോ. എല്ലാ പേജും നിങ്ങളോടൊപ്പം തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കോഴ്സുകൾ നിങ്ങൾക്കായി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോഴ്സിന്റെ തന്നെ APO അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, CPO സിവിൽ പോലീസ് ഓഫീസർ, CEO സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ ഫയർമാൻ, ഇതിന്റെ എല്ലാം നോർമൽ ബാച്ചുകൾ 499 രൂപയ്ക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ പഠിക്കാം, സാറ്റർഡേ എക്സാം, അതുപോലെ സൺഡേ റിവിഷൻ. അപ്പൊ PDF ഒക്കെ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസും ഉണ്ട്. അതുപോലെ അത് എക്സാം ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കിഡിലൻ ബാച്ച് ആണ്. വെറും 499 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. APOയുടെ ബാച്ചും അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ എല്ലാം മെന്റർഷിപ്പ് ബാച്ച് ഉണ്ട്. അത് 999 ഓൺലി. ഇത് കൂടാണ്ട് നമുക്ക് LD ടൈപ്പിസ്റ്റിന്റെ ബാച്ച് ഉണ്ട്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബാച്ച് LD ടൈപ്പിസ്റ്റ് രഞ്ജിത്ത് സാർ നയിക്കുന്ന ഒരു ബാച്ചാണ്. അതും ഇപ്പോൾ വളരെ ഓഫറിലാണ് നൽകുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി ജൂനിയർ ലാബ് അസിസ്റ്റന്റ് 3,999 ആണ് ഇപ്പോൾ നമ്മളുടെ ഓഫർ പ്രൈസ്. ദിലീപ് സാർ നയിക്കുന്ന ബാച്ചാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കിഡിലൻ ബാച്ചാണ്. അപ്പോൾ നമ്മളുടെ ബാച്ചുകളെല്ലാം വളരെ അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എത്രയും വേഗം പർച്ചേസ് ചെയ്താലേ ഈ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട.
അത് മാത്രമല്ല ഒരുപാട് മാരത്തോൺ ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ എക്സാമിനും വളരെയധികം സപ്പോർട്ടാണ് ടെല-PSC നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പ്രൊജക്ട് 5 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ് വിത്ത് ടെല-PSC. ഏറെയുണ്ടോ സ്വപ്നം, കൂടെയുണ്ട് ടെല്ല.